ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 4ാം ടെസ്റ്റ് ദിനത്തിൽ ക്രിക്കറ്റ് ലോകം കണ്ടത് വെടിക്കെട്ടുകളുടെ സൂപ്പർ പൂരമാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 50 റൺസ് തികച്ച ടീം ഏതാണ്? ഏറ്റവും വേഗം സെഞ്ചുറി തികച്ച ടീം ഏതാണ്? ഏറ്റവും വേഗം 200 റൺസ് തികച്ച ടീം ഏതാണ്? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒന്നു മാത്രം, അത് ഇന്ത്യയാണ്. റെക്കോർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി തകർത്തടിക്കുമ്പോൾ ടെസ്റ്റുകൾ പോലും T20കളാവുന്ന കാഴ്ചയാണ് കാൺപൂരിൽ നടക്കുന്നത്. കാൺപൂരിൽ മഴ പെയ്ത് കളി സമനിലയിലാവുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ സാക്ഷാൽ രോഹിത് ശർമ്മയും കൂട്ടരും അങ്ങനെയൊന്നും വിട്ടുകൊടുത്തില്ല. ഇന്ത്യ ജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു കളിച്ച് നേടിയത് 34.4 ഓവറിൽ 9 വിക്കറ്റിന് 285 റൺസാണ്. 52 റൺസ് ലീഡോടെ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ സൂപ്പറായി കളി അവസാനിപ്പിച്ചു. മഴ തകർത്തു പെയ്തപ്പോൾ ടെസ്റ്റിന്റെ ആദ്യ ദിനം 35 ഓവറുകളിൽ മത്സരം അവസാനിക്കുകയും 2-3 ദിവസത്തെ ടെസ്റ്റ് പാടെ ഉപേക്ഷിച്ച ഒരു ടെസ്റ്റ് പരമ്പരയിലെ 4ാം ദിനം ആരും അത്രയധികം റൺമഴ പ്രതീക്ഷിക്കില്ല. എന്നാൽ മഴയൊന്ന് മാറിയപ്പോൾ ഹിറ്റ്മാന്റെ പട വെടിക്കെട്ടിന് തീ കൊളുത്തി. രോഹിത്തും ഒപ്പം ഇന്ത്യയുടെ സൂപ്പർ യങ്സ്റ്റാർ യശസ്വി ജയ്സ്വാളും ചേർന്നപ്പോൾ ഇന്ത്യയുടെ സ്കോർ 3 ഓവറുകളിൽ 50 കടന്നു. ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വേഗത്തിലുള്ള 50 തികയ്ക്കൽ ഇനി ഇന്ത്യക്കു സ്വന്തം. 2ാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വെടിക്കെട്ട് ബാറ്റിംഗോടെ ഗതി മാറ്റിയ ജയ്സ്വാൾ നിരവധി റെക്കോർഡുകളാണ് കുറിച്ചിരിക്കുന്നത്. 51 പന്തിൽ നിന്ന് 12 ഫോറുകളുടെയും 2 സിക്സറുകളുടെയും പിന്തുണയോടെ 72 റൺസാണ് മത്സരത്തിൽ ജയ്സ്വാൾ അടിച്ചെടുത്തത്. ഇതോടെ 2023-25 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാലഘട്ടത്തിൽ ജയ്സ്വാൾ 1166 റൺസാണ് സ്വന്തമാക്കിയത്. ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാലത്ത് ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വലിയ സ്കോറാണിത്. അജിങ്ക്യ രഹാനെയുടെ റെക്കോർഡാണ് ജയ്സ്വാൾ മറികടന്നത്. 2021-23 വർഷത്തിൽ 1159 റൺസാണ് രഹാനെ അന്ന് നേടിയിരുന്നത്. ആകെ റൺസിന്റെ കണക്കിൽ 2023-25 വർഷത്തിലെ 2ാമത്തെ സ്കോർ കൂടിയാണിത്. ഇംഗ്ലീഷ് താരം ജോ റൂട്ടാണ് ജയ്സ്വാളിനു മുന്നിലുള്ള ഏക താരം.